ഹായ് എവ്രിവൺ, ഇന്നത്തെ റെസിപ്പി ഒരു നോമ്പുതുറ സ്പെഷ്യലായ കോഴിക്കോടൻ സ്റ്റൈൽ സ്വീറ്റ് ആൻഡ് സ്പൈസി ഇറച്ചി പത്തിരിയാണ്. എല്ലാവർക്കും കവിതാസ് ഷുഗർ ആൻഡ് സ്പൈസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പല സ്റ്റെപ്പുകളായിട്ടാണ് നമുക്ക് ഈ പത്തിരി റെഡിയാക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 1/4 കപ്പ് ആട്ടയും എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ആദ്യം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് വീണ്ടും കൈകൊണ്ട് വെള്ളം ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ആ നെയ്യൊക്കെ ആ പൊടിയിൽ ശരിക്കും ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഒരു 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ വെള്ളം, അങ്ങനെ ഒരു കണക്കിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളെ ആവശ്യാനുസരണം നോക്കി അത് മിക്സ് ചെയ്യുക. വല്ലാതെ ലൂസാക്കി മിക്സ് ചെയ്യരുത്. കുറച്ച് ടഫായിട്ടുള്ള മാവാണ് നമുക്കിതിന് ആവശ്യം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു അരമണിക്കൂർ ഒരു പാത്രം കൊണ്ട് അടച്ച് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ 4 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. അതിൽ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാറ്റിൻ്റെയും പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് വേവിച്ചിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഷ്രെഡ് ചെയ്തെടുത്തതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ആ മസാലയൊക്കെ അതിലാവാനായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പത്ത് നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു 8 ഈക്വൽ പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. അത് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നതിന് പകരം ഒരു കത്തിയോ മറ്റോ ഉപയോഗിച്ച് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാവും നല്ലത്. ഞാനിവിടെ ആദ്യം 2 കഷ്ണങ്ങളാക്കി എന്നിട്ട് അതിനെ റോൾ ചെയ്ത് ഈക്വലായിട്ടുള്ള 4 പീസായിട്ട് ഇപ്പം മുറിക്കാൻ പോവാണ്. മുറിച്ചെടുത്ത ഓരോ പീസുകളും നമ്മൾക്ക് ഒരു പൂരിയേക്കാളും കുറച്ചൊരു വലുപ്പത്തിലുള്ള ഡിസ്കുകളാക്കി പരത്തണം. ഏകദേശം ഒരേ സൈസുള്ള ഡിസ്കുകളാവണം. അതുകൊണ്ടാണ് ഇതുപോലെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുറിച്ച് റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരു പൂരി റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഏകദേശം അതേ സൈസിൽ വരുന്ന വിധത്തിൽ അടുത്ത പൂരിയും കൂടി പരത്തിയെടുക്കാം. 2 പൂരിയും പരത്തി കഴിഞ്ഞാൽ കുറച്ച് വക്ക് മൂർച്ചയുള്ള ഒരു ലിഡ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സ്ചർ അതിൽ വെക്കുക. ആ വട്ടത്തിൻ്റെ അകത്തായിരിക്കണം നമ്മൾ വെച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ബാക്കി ഭാഗത്ത് കുറച്ചൊന്ന് കയ്യിൽ വെള്ളമാക്കിയിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത പൂരി അതിന് മുകളിൽ വെച്ച് വിരൽ കൊണ്ട് സ്ലൈറ്റായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ അളവിനെടുത്ത അതേ മൂടി ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് തിരിക്കുക. അങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഷേപ്പിൽ മുറിഞ്ഞു വരും. ഇനി ആ എഡ്ജസിലുള്ള എക്സ്ട്രാ മാവ് എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. പക്ഷേ കോഴിക്കോടൻ ഇറച്ചി പത്തിരീൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ എഡ്ജസ് 2 വിരൽ ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കണം. അപ്പോഴാണ് ആ ഒരു ഒത്തൻറ്റിക് ലുക്ക് അതിന് വരിക. അങ്ങനെ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി കാണിക്കാം. അത് ക്ലോസ് ആയിട്ടൊന്ന് വാച്ച് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ് ചെയ്യാൻ. 2 വിരൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അഥവാ ശരിയായില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. 1-2 പത്തിരി ആക്കി കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും അത് നന്നായിട്ട് തന്നെ വരും. ഇനി നമുക്ക് ഇതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയുടെ ചൂട് എപ്പോഴും ഒരു മീഡിയത്തിലായിരിക്കണം. ഹൈ ഹീറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ മാവ് ശരിക്കും വേവില്ല. എണ്ണയിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിന് കുറച്ച് വീതിയും പരപ്പൊക്കെ ഉള്ള കാരണം ഞാനിവിടെ ഓരോരോ പത്തിരിയായിട്ടാണ് വറുത്തെടുക്കുന്നത്.
നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ കോട്ടിങ്ങിനായിട്ട് ഒരു മുട്ട എടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പരന്ന പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ അതൊന്ന് ഡ്രിസിൽ ചെയ്യുക. എന്നിട്ട് ഈ മിക്സ്ചറിലേക്ക് പത്തിരി ഒന്ന് മുക്കിയെടുക്കുക. ഈ ഒരു പ്രോസസ്സിലാണ് ഇതിന് ഒരു സ്ലൈറ്റായിട്ടുള്ളൊരു മധുരം വരുന്നത്. ഇത് വല്ലാത്ത മധുരമൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ഭയങ്കരമായ ഒരു ഡിഫറെൻ്റായ ടേസ്റ്റ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ അത് ആ പാനിലിട്ടതിന് ശേഷം ഒരു 2 സൈഡും ഓരോരോ മിനിറ്റ് ഒന്ന് വറുത്ത് ആ മുട്ട ഒന്ന് കുക്കാവാനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ ഹോട്ട് ആൻഡ് സ്വീറ്റ് ഇറച്ചി പത്തിരി ഇവിടെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തവണ വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.